പണ്ട് പണ്ട് മെട്രോമാക്സ് എന്നൊരു രാജ്യത്ത് വർഷത്തിലൊരിക്കൽ സ്പോർട്സ് മാമാങ്കം നടത്തിയിരുന്നു. 2 ചേരികളായി തിരിഞ്ഞ് പരസ്പരം അംഗം വെട്ടിയായിരുന്നു. 1 മാസത്തോളം നീണ്ടു നിന്നാണ് ആ മാമാങ്കം അവസാനിച്ചിരുന്നത്. ഇങ്ങനെ വർഷങ്ങളായി കൊണ്ടാടിയിരുന്ന ഈ ഉത്സവത്തിന് ഒരു പുതിയ ചരിത്രം കുറിക്കാൻ 14 വർഷങ്ങൾക്കിപ്പുറം ഒരാൾക്ക് നിയോഗമുണ്ടായി. ആ ആളാരാണെന്ന് അറിയണ്ടേ? അതാരാ മുത്തശ്ശി? ഈ 7 ഉലകങ്ങളെയും തന്റെ ശബ്ദഗാംഭീര്യം കൊണ്ട് ഒരു വിരൽ തുമ്പിൽ നിർത്തുന്ന ഒരു മാന്ത്രികൻ. മാന്ത്രികനോ? അതെ, അയാൾ തന്നെ, മൂത്തോൻ. ഈ പ്രാവശ്യത്തെ അംഗത്തിന് തയ്യാറായിരിക്കുന്ന 2 ടീമുകളിൽ നിന്നും ശക്തരെയും ദുർബലരെയും കണ്ടെത്താൻ മൂത്തോൻ ഒരാളെ നിയോഗിക്കുന്നു. ആരാണവര്? നീലിയങ്കാട്ട് നീലി. നീലിയോ? അത് പ്രേതല്ലേ? അതെ, തോൽക്കുന്നവരുടെ രക്തം ഊറ്റി കുടിക്കാൻ മൂത്തോൻ നിയോഗിച്ചതാണ് നീലിയങ്കാട്ട് നീലിയെ. എനിക്ക് വേണം നല്ല ചൂടുള്ള ചോര. എനിക്ക് ദാഹിക്കുന്നു. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റിയില്ലേലും എനിക്ക് നിങ്ങളെ എല്ലാ ഊടായപ്പും മനസ്സിലാക്കാൻ പറ്റും. എന്റെ കൈ കിട്ടിയ രക്തം ഞാൻ ഊറ്റി കുടിക്കും. ആരുടെ എന്നല്ലേ? അതെ, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച അപ്പീറസിംഗങ്ങളുടെ തന്നെ. അവരോ അവരുടെ കുട്ടികളോ ഈ വഴി എങ്ങാനും വന്നാ നിങ്ങളോട് പോരാടാൻ ഞാനൊരു പടയെ തന്നെ ഇറക്കിയിട്ടുണ്ട്. നീലിയങ്ങാട്ട് നീലിയുടെ നീലപ്പട, ബ്ലൂ ഇന്ത്യൻസ്. പോന്നോളി, എല്ലാരും പോന്നോളി, അങ്ങോട്ട് വരട്ടെ. ഇത് കണ്ട, ഈ മുട്ടയില് ഞാൻ എല്ലാവർക്കും ഉള്ള പണി വായിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഇനി കുഴിച്ചങ്ങ് ഇട്ടാ മതി. അവന്മാരെ അടപ്പ് ഊരും. നമുക്ക് എല്ലാവരും കൂടി കുഴിച്ചിടാ. പോന്നോളി. അല്ല തരുൺജി, ഇത് എത്തപ്പ നിങ്ങൾ പറയുന്നേ? നമ്മള് തേങ്ങ ഉടക്കാറ്, ഇതിപ്പോ എന്താ മൊട്ട? അല്ലടോ, എനിക്കറിയില്ലേ തേങ്ങക്കൊക്കെ എന്താ വില. നമ്മക്ക് അതിനുള്ള ഫണ്ട് ഉണ്ടോ അത് നോക്കണ്ടേ? അതുകൊണ്ടാ മുട്ടയാക്കി. തരുൺജി, അത് സാരിയില്ല. അതെന്തെന്നറിയോ, നമുക്ക് നമ്മുടെ ബാങ്കില്ലേ, പൊടാക്ക് ബാങ്കില്ലേ, അതൊന്നും എടുക്ക. തരുൺജി, ഈ മുട്ട വെച്ചെന്താ പരിപാടി? നമ്മള് സിംഗിൾ ഓംലെറ്റ് അടിക്കേണ്ട പരിപാടിയാ. കൂടുന്നോ? അയ്യോ സോറി, ഞാൻ ഡബിൾസിന്റെ ആളാ. വാന്നേ, നമുക്ക് ആദ്യം ഒരു സിംഗിൾ ഓംലെറ്റ് കഴിക്കാം. എന്നാലേ നമുക്ക് ഡബിൾസ് കഴിക്കാനുള്ള ആ പവർ ഉണ്ടാവുള്ളൂ. എന്നാലോ അത് ശരിയാവോ? സാരില്ല, നമ്മൾക്കില്ലേ. നോക്ക്, ഇങ്ങോട്ട് നോക്ക്. സാരി എടുത്തുകൊണ്ട് പെണ്ണു പോണണ്ട. കിളിയേ കിളിയേ മണി മണി മേഘത്തോപ്പിൽ ഒരു മണിയേ കിളിയായി അത് നമ്മളെ സനാക്കിലെ കോസ്റ്റ്യൂമാ. ഇജ്ജ് ബാങ്ക് വന്നത് കുഴിക്കുന്നു.
ഹലോ തരുണേ, 14 വർഷമായി തരുണേ മെട്രോ മാക്സിൽ നമ്മൾ സ്പോർട്സ് നടത്തും. അതിൻ്റെ ഇടയിൽ പുറത്തറിയുന്നതും അറിയാത്തതുമായ പല ചേറ്റത്തരങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും എനിക്കൊരു റിഗ്രറ്റ് ഇല്ലടോ. 30 ദിവസം കഴിഞ്ഞ് കളിയെല്ലാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് കപ്പുമായി ഇറങ്ങുമ്പോൾ ബ്ലൂ ഇന്ത്യൻസ് ആ പഴയ ബ്ലൂ ഇന്ത്യൻസ് തന്നെ ആയിരിക്കുമെടാ. നിങ്ങൾ ആരെയാ ഈ മൊട്ട കാണിച്ച് പേടിപ്പിക്കുന്നത്? ഞങ്ങളെയോ? അയ്യയ്യയ്യയ്യേ, നിങ്ങളെ കാണാൻ ബ്ലൂ ഇന്ത്യൻസ് ഇവിടെ വന്നിട്ടുണ്ടേ, നിങ്ങളുടെ മുന്നിൽ ബ്ലൂ ഇന്ത്യൻസ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടേ, ഈ ബ്ലൂ ഇന്ത്യൻസിനെ നിങ്ങൾ ഇനിയും പഠിക്കാനുണ്ടനിയ. നീ ആരടി പേടിപ്പിക്കുന്നത്? നീ നിന്റെ ഒരു ഉണക്ക മുട്ടിയോ ഇപ്പൊ കാണിച്ചുതരാം. എന്നാ പിടിച്ചോ നീലി, ഇന്നാ നിനക്ക് നല്ല ചൂടുള്ള രക്തം കുടിക്കാം. വേവാ. നിന്റെ കുതന്ത്രവും തന്ത്രവും ഒന്നും ഈ നീലിയുടെ അടുത്ത് നടക്കില്ലടാ. സിറയിലല്ല ആനന്ദം നടക്ക പോരാൻ ഭൂകമ്പം കാർണിവൽ മെഗാ ഷോ തീത്തുപ്പും ഫയർ ഷോ ഇടിവെടിപ്പുക റോഡ് ഷോ ഹൗസ്ഫുൾ നൈറ്റ് ഷോ ചകല് ചകല് ചകലിംഗ് സ്മഗല് സ്മഗല് സ്മഗലിംഗ് മൊത്ത ജനം കൈയടിച്ചാൽ റിംഗ് മാസ്റ്റർ സ്മൈലിംഗ് അല്ല നീലി, നീ ശരിക്കും പ്രേതം തന്നെയാണാ? അതെന്താ ക്യാപ്റ്റ അങ്ങനെ ഒരു ടോക്ക്? നിങ്ങളെ ഞാൻ ശരിക്കും ബ്ലഡ് കുടിച്ച് കാണിക്കണം? അത് വേണ്ട. അപ്പുറത്ത് നിന്ന് 2 കൊടും ക്രൂരന്മാര് വരുന്നുണ്ട്. അവരെ ബ്ലഡ് കുടിച്ചാ പണി കിട്ടോ. അതെന്താ? സെപ്റ്റിക് ആവാൻ ചാൻസ് ഉണ്ട്. ഓ, അത് സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ, ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ, മൈവർണ്ണ പെണ്ണി തുറന്നു കൊടുത്തത് യൗവനമോ മൃദുദേവതയോ, യൗവനമോ മൃദുദേവതയോ, ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. അല്ല, നിനക്കറിയോ ഞാൻ ക്യാപ്റ്റൻ ആണെങ്കിലും ഞാൻ എന്നത്തിനെ വിളിക്കുന്നത് മെട്രോമാക്സിലെ സ്വന്തം കുഞ്ചാക്കോ ബോബൻ എന്നാണ്. ആണോ? എന്താ ഞാൻ എന്നെ വിളിക്കുന്നത് എന്താണെന്നറിയോ? എന്താണ്? അഖിലാണ്ട മണ്ഡപ മണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി. ഓ, പഴയ കോമഡി കൊണ്ട് വന്നിരിക്കല്ലേ? അതെ അതെ അതെ, ഞാനാണ് ആ പഴകിയ ഒഡീസി. പഴയതൊന്ന് മാറ്റിവെച്ച് പുതിയത് വല്ലതും ചിന്തിക്കാൻ പറ്റോ? ഞാനൊന്ന് ചിന്തിക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുന്നു. ഞാൻ കണ്ടടച്ച് കിടക്കുന്നത് കണ്ടു. താൻ എന്ത് കണ്ടു? ഞാൻ കണ്ടടച്ച് കിടക്കുന്നത് കണ്ടു. താൻ ഒന്നും കണ്ടിട്ടില്ല. കണ്ടടച്ച് കിടക്കുന്നത് കണ്ടു. കണ്ടടച്ച് കിടക്കുന്നത് കണ്ടു. കണ്ടു കണ്ടു കണ്ടടച്ച് കിടക്കുന്നത് കണ്ടു. കണ്ടു കണ്ടു ഞാൻ വിടൂല. നിർത്തണോ? നിർത്താൻ. നിങ്ങളാരാ? ഈ വേഷം കണ്ടിട്ട് മനസ്സിലായില്ലേ ഞാൻ ആരാണെന്ന്? എടോ യക്ഷിയാടോ യക്ഷി, നിങ്ങളുടെ രക്തം കുടിക്കാൻ വന്ന യക്ഷിയാടോ? ക്യാപ്റ്റൻ ഇത് കാണുന്നില്ലേ? എന്റെ ഒരൊറ്റ
ഒരൊറ്റ ചിരിയിൽ ഇവര് പേടിച്ചോടുന്നത് കാണുന്നില്ലേ? ഇവരോടാണോ നമ്മൾ മത്സരിക്കേണ്ടത്? ഭീരുക്കൾ. നിങ്ങളെന്താ നമ്മളെ കളിയാക്കണോ? അതല്ല നീലി, ഞാനൊരു കാലം ആലോചിച്ച് ചിരിച്ചു പോയതാ. നിന്റെ ഈ ചിരി കണ്ടപ്പോ തന്നെ അവന്മാര് പേടിച്ചോടി. അങ്ങനെയാണ് നിന്റെ ഈ മൂത്തോനെ കണ്ട ഈ സിംഹങ്ങളൊക്കെ കണ്ട വഴിയോടും. നീലി, വിളിക്ക് നിന്റെ മൂത്തോനെ. ഈ ലോകത്തിന്റെ അധിപനായ എന്റെ മൂത്തോനെ. എന്റെ നീലപ്പടകളെ, നമ്മുടെ ഈ മെട്രോമാക്സ് രാജ്യത്ത് പലരും പല ചൂതാട്ടങ്ങളും നടത്തും. പക്ഷേ അത് ഈ ഒരു മാസം മാത്രം. ഇനി ഇവിടെ ആരെന്ത് കളി കളിച്ചാലും കപ്പ് അത് ബ്ലൂ ഇന്ത്യൻസിന് തന്നെ.